ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഇൻസ്റ്റന്റ് ബീട്രൂട്ട് അച്ചാറാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇതുപോലെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 20 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 പച്ചമുളക് ഇതുപോലെ മുറിച്ചതും ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ സാധാരണ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളൊന്നും കരിഞ്ഞു പോവാതെ ഒരു 10-15 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1.5 കപ്പ് ബീട്രൂട്ട് ആണ്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്. ഒരുപാട് വലിയ കഷ്ണങ്ങളാവണ്ട, എന്നാൽ ഒരുപാട് ചെറിയ കഷ്ണങ്ങളും ആവണ്ട. ഇതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. പിന്നെ ബീട്രൂട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് വാടിക്കുഴഞ്ഞ് ഒരുപാട് ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ബീട്രൂട്ട് എടുക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് നോക്കി എടുക്കുക. എന്നാലും നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അച്ചാറിന് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ബീട്രൂട്ട് നമ്മളിവിടെ അടച്ചു വെച്ച് വേവിക്കുന്നില്ല, കാരണം ആ ബീട്രൂട്ടിൻ്റെ ഒരു ഫ്രഷ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ചു വെക്കാതെ വേവിക്കുന്നത്. അതാണ് ഈ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ വഴറ്റാൻ തുടങ്ങിയിട്ട് 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വിനിഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പും 2 ടേബിൾ സ്പൂണുമാണ് വിനിഗർ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കി നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. ഇതൊരു ഇൻസ്റ്റന്റ് അച്ചാറാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഇൻസ്റ്റന്റ് ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.